ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ സോൾഡറിങ് മെഷീൻ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ മുൻപ്. അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് നമ്മൾ ഞാനൊരു കട്ട് ചെയ്യണ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാ. ഇതുപോലുള്ള കുറച്ച് ടെംപ്ലേറ്റ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് കട്ട് ചെയ്തെടുക്കുക എന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിതാ ഇതുപോലത്തെ ഒരു 7up ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ 7up തന്നെ വേണമെന്നില്ല, അല്ലാതെ നമുക്ക് കൊക്കക്കോള, അതേപോലെ മിറിണ്ട, അങ്ങനെ കുറേ നമ്മൾക്ക് ഇതുപോലുള്ള ജ്യൂസുകൾ കിട്ടുമല്ലോ, ആ ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി വരണം, അവിടെ ഒരു ഓട്ട വരും കേട്ടോ. അപ്പോൾ ഞാനത് ആ കുത്തണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുത്തിയതിന് ശേഷമാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നല്ല മൂർച്ചയുള്ള കത്രിക ഉപയോഗിച്ചിട്ടൊന്നും ഇത് കട്ട് ചെയ്യരുത്, കാരണം കത്രികയുടെ മൂർച്ച പോവും കേട്ടോ. അപ്പോൾ പഴയത് അത്യാവശ്യം മൂർച്ചയുള്ള പഴയ ഒരു കത്രിക എടുത്തിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മോൾ ഭാഗമാണെങ്കിൽ ഞാൻ മോൾ ഭാഗമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോൾ ഭാഗം ഇതുപോലെ ഒന്ന് ഭയങ്കര കട്ടിയൊന്നും ഇല്ല കേട്ടോ ഇത് മുറിച്ചെടുക്കാനായിട്ട്. പിന്നെ മുറിച്ചെടുക്കുമ്പോൾ കൈ ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ വക്കുകളൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുക കേട്ടോ. ഇതുപോലെ പൊന്തിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയുക, കൈ സൂക്ഷിച്ച് പിടിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിവശവും കട്ട് ചെയ്ത് മാറ്റണം. ഇത് ഭയങ്കര കട്ടിയുള്ള ഒരു ഭാഗമാണ്, അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇപ്പോൾ ഞാനത് 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന്, സെൻറ്റർ ഭാഗത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. വീണ്ടും പറയുകയാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വക്ക് കൊണ്ട് കൈ മുറിയും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അടിയിൽ വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിതിനെ ഒന്ന് തിരിച്ച് മടക്കുക കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് അങ്ങനെ ചുരുങ്ങിയിട്ടല്ലേ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കറക്റ്റ് സ്റ്റഡിയായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്റ്റഡി ആവുമൊന്നുമില്ല, എന്നാലും പാകത്തിന് ഇതുപോലെയൊക്കെ ഒന്ന് നമുക്ക് വരയ്ക്കാൻ പാകത്തിന് ഒന്ന് നിവർന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് പറഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതുപോലൊരു മാർക്കർ പെൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ OHP പെന്നോ അല്ലെങ്കിൽ CD മാർക്കർ അങ്ങനെയൊക്കെ ഇല്ലേ, ആ ഒരു പെന്നെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ തുണിയിലൊക്കെ നമ്മൾ പോയിൻ്റ് ചെയ്യുന്ന ആ ഒരു പെൻസിലുണ്ടല്ലോ, അതും എടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കാർബൺ പേപ്പറോ എന്തായാലും മതി. പിന്നെ ഇതുപോലത്തെ നമുക്ക് ഒരു കട്ട് ചെയ്ത ഏതെങ്കിലും ഒരു പിക്ചർ കിട്ടും, ഇത് വെച്ചിട്ട് വരയ്ക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ഈ ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു ബോക്സ് കിട്ടുമല്ലോ, അതിലാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. കണ്ടില്ലേ, ഇതൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ അതിൽ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിനെ ഈ കാർഡ്ബോർഡും കൊണ്ട് കട്ട് ചെയ്തത് തന്നെ നമുക്ക് തുണിയിൽ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇത് പെട്ടെന്ന് പേപ്പർ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് നമുക്കത് ഉപയോഗപ്പെടുള്ളൂ. അത് കഴിഞ്ഞ് അത് പെട്ടെന്ന് നാശമായി പോവും. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ കുറച്ച് ഒരു കാർഡ് ഉണ്ട് കേട്ടോ. അതിലിതിങ്ങനെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് വരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബുക്കിൻ്റെ മുകളിൽ ഇന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ പിക്ചറിനെ ഒന്ന് നമ്മുടെ ആ ഒരു അലുമിനിയം ഷീറ്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ OHP പെന്നാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ OHP പെന്നും കൊണ്ട് വരച്ചെടുക്കുന്നത്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടും വരച്ചെടുക്കാം.
എന്താ ഇതുപോലെ വരച്ചെടുക്കാം. പക്ഷേ എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഒരു ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് വരയ്ക്കുന്നത് കൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ വേറെ ഔട്ട്ലൈൻ ഉണ്ട്, കണ്ടില്ലേ, നമുക്ക് ആ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗമുണ്ട്, അത് ഞാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് നല്ല ഷേപ്പിൽ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും വരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നതിപ്പോൾ ഈ ഫ്ലവർ മാത്രമാണെന്നൊന്നുമില്ല, എന്തും ആയിക്കോട്ടെ, നമുക്ക് എന്ത് പിക്ചർ വേണം, പക്ഷികളുടെ, മൃഗങ്ങളുടെ, മരങ്ങളോ, എന്ത് ഫ്രൂട്ട്സോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഷീറ്റിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെയാണ് നമ്മൾ തുണിയിൽ വെച്ചിട്ട് ആ ഒരു സോൾഡറിങ് മെഷീൻ വെച്ചിട്ട് വരച്ചെടുക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ തന്നെ ഇപ്പോൾ നോക്കി നോക്കും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിൽ ഏതാ കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇതിനെയാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ആ ഒരു സിസർ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ആ കറക്റ്റ് ആ തുമ്പിൽ കൂടെ വേണം നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ വളഞ്ഞു പോവുകയൊന്നും ചെയ്യരുത് കേട്ടോ. നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതാ കണ്ടില്ലേ, ഇതാ ഇതുപോലെ നമുക്ക് പതുക്കെ സമയം എടുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം കുറച്ചുകൂടി കട്ടിയുള്ള ഒരു ഷീറ്റാണല്ലോ, സാധാരണ പേപ്പർ പോലെ അല്ലല്ലോ. അപ്പം നല്ല നീറ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നല്ല ക്ഷമയോടെ പതുക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം പിടിക്കാനൊക്കെ എളുപ്പത്തിനായിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ പതുക്കെ ഒന്ന് സിസേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം ഞാനിതാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നിങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് പല ഷേപ്പിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പിൽ കേട്ടോ, ഹാർട്ട് ഷേപ്പിലുള്ള ഫ്ലവറാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയൊന്നും കൈ മുറിയില്ല, കാരണം നല്ല നല്ല പോയിൻ്റുള്ള ഭാഗമൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്തായിട്ടുണ്ടാവും ഇതിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കാർഡ്ബോർഡ് കൊണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു സംശയം ഉണ്ടാവില്ലല്ലോ എങ്ങനെയാണ് സോൾഡറിങ് മെഷീൻ വെച്ചിട്ട് ആ ഒരു ടെംപ്ലേറ്റ്സ് കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.